വണക്കം. വീണ്ടും പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഒരു പതിറ്റാണ്ട് കാലത്തെ വനവാസം പൂർത്തിയാക്കി പി മുകുന്ദൻ BJPയിലേക്ക് തിരിച്ചു കയറുന്ന ചേതോഹരമായ കാഴ്ചയോടെയാണ് ഇന്ന് പൊളിമിക്സ് ആരംഭിക്കുന്നത്. ഇതാ മുകുന്ദേട്ടൻ പുറപ്പെടുകയായി. വണ്ടി വിട്ടുപോകരുത്. പിന്നെ സന്തോഷമല്ലേ, നല്ല കാര്യം. ജനങ്ങൾക്കുള്ള സന്തോഷമാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവര് ഈ സന്തോഷത്തിൽ, അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും. ഈ പാർട്ടിയിലേക്ക് മുന്നേറ്റം വരുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക പോസ്റ്റ് വല്ലതും തീരുമാനിച്ചിട്ടാണോ? അതോ പാർട്ടിയിൽ വരിക പിന്നെയല്ലേ പോസ്റ്റ്? ആദ്യം പാർട്ടിയിൽ വരിക, പാർട്ടിയിലേക്ക് എന്തായാലും വന്നു. ഇനി അവരുടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട് ഇത്ര വൈകിട്ട്? പിന്നെ അത് കുമ്മനത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് തീർച്ചയായും ചോദിക്കാം, കുമ്മനത്തെ തക്കത്തിന് കണ്ടുകിട്ടുകയാണെങ്കിൽ. താങ്കളുടെ വരവോടുകൂടി NSSമായിട്ട് BJP കുറച്ചും കൂടി എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരായിട്ടും എടുക്കണം എന്നുള്ളതാണ്. NSS മാത്രമല്ലല്ലോ, എല്ലാ സംഘടനകളായിട്ടും എടുക്കാൻ സാധിക്കണം. അതാണ് NSSമായിട്ട് ഇനി അത്തരത്തിലുള്ള ചർച്ചകൾ നിശ്ചയമായിട്ടും അവരായിട്ട് ബന്ധപ്പെട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചത്. ഗുണമേ ചെയ്യുള്ളൂ, ദോഷം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോൾ NDAയുടെ ഭാഗമായിട്ട് തീർന്നല്ലോ. അങ്ങനെ മുകുന്ദർ തിരുവനന്തപുരത്തെത്തി നേരെ ചെന്ന് മാരാർജി മന്ദിരത്തിൽ കയറി. എത്ര വോട്ടുണ്ട് വീട്ടില്? എത്ര വോട്ട് വീട്ടിലുണ്ട്? 5. അപ്പൊ തോറ്റാൻ നിങ്ങളാ ഉത്തരവാദം. പി മുകുന്ദൻ എന്നാൽ പാവം പിടിച്ച മുകുന്ദൻ എന്നാണോ BJPയുടെ ന്യൂജൻ നേതാക്കൾ മനസ്സിലാക്കി വെച്ചത് എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ചെന്ന് കയറിയപ്പോൾ സ്വീകരിക്കാൻ ഓഫീസ് ജീവനക്കാരും ആ ചരിത്ര മുഹൂർത്തം പകർത്താനെത്തിയ മാധ്യമക്കാരുമല്ലാതെ പാർട്ടിയുടെ നേതാക്കളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടാവും. കാരണം ഞാൻ എന്റെ പരദേവതയുടെ ക്ഷേത്രത്തിന്റെ ഒരു പുനരുദ്ധാരണ കർമ്മം ചെയ്യാൻ അതിന് കാരണക്കാരനായിട്ടുണ്ടാവാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനർനവീകരണം. അതുകൂടാതെ ഇന്ന് കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു ഭൂഗർഭ ധ്യാന മണ്ഡപം ഉണ്ടാക്കാൻ സാധിച്ചു. പത്മശ്രീ യേശുദാസാണ് ഉദാഹരണം. ഈ പാർട്ടിയിലെ എല്ലാ കൂടോത്രങ്ങളിൽ നിന്നും കുട്ടിച്ചാത്തന്മാരിൽ നിന്നും പരദേവത മുകുന്ദേട്ടനെ കാത്തുരക്ഷിക്കട്ടെ. ഓൾറെഡി സംഘടനയെ സംബന്ധിച്ചിടത്തോളം സെറ്റപ്പ് മുഴുവൻ ശരിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ സെറ്റപ്പുകളും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. സഹായിക്കാം, സഹകരിക്കാം, ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഞാനത്രയും പ്രതീക്ഷിക്കുന്നു. ഇതിനാണ് പക്വത, പാകത എന്നെല്ലാം പറയുന്നതിന്. 10 വർഷം ഭൂഗർഭത്തിൽ ധ്യാനത്തിനിരുന്നതിനും ക്ഷേത്രം പുനരുദ്ധരിച്ചതിനുമെല്ലാം ഫലമുണ്ടായി. ഇനി തിരഞ്ഞെടുപ്പ് ഫലം മാത്രം അറിഞ്ഞാൽ മതി. അക്കൗണ്ട് തുറക്കും എന്നുള്ള പദം ഇപ്പോൾ പത്രത്തിലില്ല. നിങ്ങളും ആരും ചോദിക്കുന്നില്ല എപ്പോഴാണ് അക്കൗണ്ട് തുറക്കാമെന്ന്. ആ മനഃശാസ്ത്രമല്ല. അപ്പൊ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇത്തവണ ജയിക്കുന്നുള്ള വിശ്വാസം, അത് സത്യമാണ് തന്നെ. അപ്പോൾ BJPക്ക് MLAമാരുണ്ടാകും എന്ന കാര്യം ഉറപ്പായി അല്ലേ? ഇത് പറയുന്നതായ പ്രതിയോഗികളാണ്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. നിശ്ചയമായിട്ടും അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തകർ മാത്രമല്ല, BJP പ്രവർത്തകർ മാത്രമല്ല, BJP ഇതര പ്രവർത്തകരും പ്രതിയോഗികളടക്കം BJP നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നല്ലൊരു ശുഭസൂചകമായിട്ടുള്ള സംഭവമാണ്. അശുഭകരമായി ഒരു കാര്യം മാത്രമേ പൊളിമിക്സ് കാണുന്നുള്ളൂ. മുകുന്ദേട്ടൻ തിരിച്ചു വന്ന മുഹൂർത്തത്തിൽ പാർട്ടിയുടെ നേതാക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ. ഏതായാലും കുമ്മനത്തെ തെരഞ്ഞു പോകാം. കണ്ടുകിട്ടിയാൽ എല്ലാം ചോദിക്കാമല്ലോ.
വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരനെ പാർട്ടി വളർത്തുന്ന കാര്യത്തിലൊന്നുമല്ല ഇപ്പോൾ ശ്രദ്ധ. വീടുകൾ കയറി പരമാവധി വോട്ടർമാരുടെ മനം കവരുന്ന കാര്യത്തിലാണ്. നടി പ്രവീണയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയം എന്നത് വെറുമൊരു തൊഴിലോ അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണുന്നവർക്ക് ഒരു ഉത്തരമായി ജനങ്ങളുടെ നന്മയ്ക്കും രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ സാരഥിയായി വരണമെന്നത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരുടെയും കടമയും കൂടിയാണ്. ബുദ്ധിയുള്ള എല്ലാ വോട്ടർമാരും, നമ്മുടെ നാട്ടിലെ എല്ലാ വോട്ടർമാരും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ BJPക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ നല്ലൊരു എന്താ പറയണ്ടേ, ഇദ്ദേഹത്തെ പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ പോലെയുള്ള സാരഥികൾ വരേണ്ടത് അത്യാവശ്യമായ ഒരു സമയമാണ്. എല്ലാ വിജയാശംസകളും നേരുകയാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. അമ്മ ഇങ്ങോട്ട് ചേർന്നേ മണിക്കുട്ട. PP മുകുന്ദൻ ഗുണം ചെയ്താലും ഇല്ലെങ്കിലും ഈ സിനിമാ പരദേവതകൾ BJPയെ ഇത്തവണ ഒരിടത്തെത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. തെക്ക് പ്രവീണയാണെങ്കിൽ വടക്ക് സാക്ഷാൽ സുരേഷ് ഗോപിയാണ് അനുഗ്രഹവുമായി എത്തിയിട്ടുള്ളത്. നമുക്ക് നിയമസഭയിൽ 2006 ഞാൻ പറഞ്ഞതുപോലെ VS എന്ന് പറയുന്ന ശക്തനായ വിരൽ ചൂണ്ടുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞതുപോലെ നിയമസഭയിൽ നമുക്ക് BJP പക്ഷത്തുള്ള, അത് ഭരിക്കാനായാലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായാലും ചെയ്യുന്ന ജനഹിത ഭരണം പോലെയുള്ള MLA-മാർ നിയമസഭയിൽ അത്യാവശ്യമുണ്ടാകും. പറയുന്നു, കഴിഞ്ഞ 5 വർഷത്തിൽ 2012 തുടങ്ങിയ ചില ഇളക്കങ്ങൾ അന്നൊരു പക്ഷേ ആ ഇളക്കത്തിന് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ തെറിപ്പിക്കാനോ ഒരു 5 പേർ BJPക്കാർ നിയമസഭയിൽ ഉണ്ടായില്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അടിയായി മാറിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VSന് വോട്ട് പിടിച്ചു കൊടുത്ത വിദ്വാനാണിത്. ഇത്തവണ BJPക്ക് MLA-മാർ ഉണ്ടാക്കാനാണ് പുറപ്പാട്. ഒരു 5 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു 5ാം മന്ത്രി സംഭവിക്കില്ല. ഒരു 5 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു സോളാർ വിഷയത്തിൽ ആ മന്ത്രിമാർ തുടരില്ലായിരുന്നു. ഇന്ന് അതേ കളങ്കിതരായ സ്ഥാനാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി അതേ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ അതിനെ ധിക്കാരപൂർവമാണ് ഞാൻ VM സുധീരൻ എന്ന് പറയുന്ന മനുഷ്യനെ ആരാധിക്കുന്ന, VSനെ ആരാധിക്കുന്ന പോലെ തന്നെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതെല്ലാം വളരെ ധാർഷ്ട്യ മുഖത്തോടെയും മുഷ്ടിക്കരുത്തോടെയുമാണ് നേരിട്ട് കീഴ്പ്പെടുത്തിയത്. മഞ്ചേശ്വരം കഴിഞ്ഞ് സുരേഷ് ഗോപി നേരെ കാസർകോട്ടെത്തി. ശക്തിയുടെ കാര്യത്തിൽ BJP ഒരു അജയ്യ ശക്തിയായി കേരളം നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നതിന് നമ്മുടെ ഒരു 5 വർഷം എന്ന് പറയുന്നത് പാഴാക്കി കളയാൻ അനുവദിക്കാത്ത തരത്തിൽ BJPയുടെ ഭരണം കമാൻഡ് ചെയ്യുന്ന, ആജ്ഞാപിക്കുന്ന ഒരു ജനങ്ങളുടെ പ്രാതിനിധ്യം നിയമസഭയിൽ നൽകുന്നതിന് BJP ശക്തി പ്രാപിച്ച് BJPയും NDAയും BDJS അടങ്ങുന്ന, CK ജാനുവിന്റെ കക്ഷികൾ അടങ്ങുന്ന, PC തോമസിന്റെ കക്ഷികൾ എല്ലാവരും ചേർന്ന് ശക്തമായ ഒരു നിര നമ്മുടെ നിയമസഭയിൽ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കണം. അത് താമര കേരളത്തിൽ വിരിയിക്കുന്നതിനല്ല, ദേശം മുഴുവൻ വിരിയുന്ന താമരയുടെ കൂട്ടത്തിൽ കേരളത്തിന്റെ താമരയും ഉണ്ടാവണം. ഈ രാഷ്ട്രീയ പ്രതിഭയെ ഇനിയെങ്കിലും ഗൗരവത്തിലെടുക്കണമെന്നാണ് പൊളിമിക്സിന് BJPക്കാരോട് പറയാനുള്ളത്. ഭരണം പിടിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും കേന്ദ്ര ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒരു നിർദ്ദേശവും ഉന്നവും അത് തന്നെയാണ്. പക്ഷേ എത്ര പേർ ജയിച്ചു വന്നാലും
കേന്ദ്ര ഭരണത്തിന്റെ മികവ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഏജന്റുമാരായി കേരളത്തിലെ NDA സഖ്യത്തിലൂടെ മുന്നോട്ട് വരുന്ന MLA-മാർ പ്രവർത്തിക്കും. അവർക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മുകുന്ദേട്ടനെ ഒരു 10 വർഷം കൂടി വീട്ടിലിരുത്തിയാലും തിരക്കിടില്ല. ഈ ഗോപിയെ കൺവീനറാക്കണം എന്ന് NDA-കാരോട് ശുപാർശ ചെയ്തുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കണക്കും കഥയും.